ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മോഡൽ കരിക്കുളമ്പ്. തമിഴ്നാട്ടിൽ കരി എന്ന് പറഞ്ഞാൽ ഇറച്ചിയാണ് കേട്ടോ. ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ അയൽവാസിയാണ്. മുമ്പൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, പായസം ഉണ്ടാക്കി തന്ന നമ്മളെ കലേച്ചിയാണ് ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരുന്നത്. നല്ല തമിഴ്നാട് മോഡൽ കേട്ടോ. ഇൻട്രോയിൽ മിന്നുമില്ലാത്ത ഓള് തകൃതിയായിട്ടുള്ള പണിയില്ല, കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ വരികയുള്ളൂ. അപ്പോഴേക്ക് ഈ സാധനമൊക്കെ സെറ്റാക്കി വെക്കണം. ചെറിയുള്ളിയും ഒക്കെ മുറിച്ച് തക്കാളിയൊക്കെ സെറ്റാക്കി അങ്ങ് വെച്ചാൽ പെട്ടെന്ന് കുക്കിംഗ് അങ്ങ് തുടങ്ങാമല്ലോ. ചെറിയുള്ളി ലേശം അധികം വേണം. സാധാരണ ഞങ്ങൾ കുക്കിങ്ങിന് ചെറിയുള്ളി അധികം ഉപയോഗിക്കില്ല കേട്ടോ, തൂങ്ങിക്കാൻ മാത്രമേ ഉപയോഗിക്കലുള്ളൂ. ഇത് തമിഴ്നാട് മോഡൽ കറി ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയുള്ളിയൊക്കെ നല്ലോണം വേണ്ടി വരുമായിരിക്കും അല്ലേ. അതുകൊണ്ട് ഇതാ ഇവിടെ ഉള്ളതൊക്കെ എടുത്തേക്ക്. ഇത് മതിയാവുമെന്നൊന്നും അറിയാമല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണെന്ന് പണ്ടാരോ പറയുന്നത് കേട്ടിക്ക്. ഇപ്പോൾ ചെറിയുള്ളി കഴിഞ്ഞു, ഇഞ്ചി കഴിഞ്ഞ്, ഇനി വലിയുള്ളി മുറിച്ചിടുകയാണ് കേട്ടോ. കഴിഞ്ഞോ അംസേ? ആയോ? ആയോ? തക്കാളി 2 എണ്ണം വേണ്ടിയ? 2 എണ്ണം വേണം. 2 മതി. ചെറിയുള്ളി ഇത് മതിയാ? മതി. പിന്നെ ഇഞ്ചി ഇത് മതിയാ? മതി മതി. പിന്നെ ഇതാ ഇത് കുറച്ച് അധികമായി പോയിക്കാ? അത് പ്രശ്നമില്ല. അതല്ല വേറെ വെളുത്തുള്ളി എവിടെ? വെളുത്തുള്ളി വേണല്ലേ. വെളുത്തുള്ളി എത്ര വേണം? വെളുത്തുള്ളി കുറച്ചെടുത്തോ. ആയിക്കോട്ടെ. മുറിക്കണില്ല, നമ്മൾ അരക്കിയാണ്. മുറിക്കണ്ട, ഇതൊക്കെ അരക്കിയാ ചെയ്യാം. മിക്സിയിലിട്ട് അരക്കിയാ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, അതിന് സാറില്ല. ഓക്കെ. വെളുത്തുള്ളിയും അരക്കുവാണ് ഒക്കെ അരക്കിയാ ചെയ്യാം. പൊളിക്കാൻ മതി. തക്കാളി മുറിക്കണം. ഓക്കെ. ഇത് മതിയാ വെളുത്തുള്ളി? മതി. 3 എണ്ണം? മതി. ആവശ്യത്തിന് എടുക്കാം. തമിഴ്നാട് മോഡൽ കരിക്കുളമ്പ് അല്ലേ? ചിക്കൻ കറിയാ, തമിഴ്നാട് ചിക്കൻ കറി. അല്ല, കരിക്കുളമ്പെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ മനസ്സിലാവുമോ? അതായത് ഓല് വിചാരിച്ചോട്ടെ എന്തോ സംഭവം. ഇത് ചിക്കൻ കറിയാണ്, തമിഴില് പറയുന്നതാണ് കരിക്കുളമ്പെന്നില്ലേ. അത് തന്നെ. ആദ്യം ഞാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് കറി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കറിയല്ലേ, പിന്നെ അതിരുന്നെ ഈ ഇറച്ചിക്കാണ് കറി. മൊത്തത്തിൽ ഇറച്ചിക്കല്ലേ പറയാ, ചിക്കൻ അല്ലല്ലോ? അല്ല, ചിക്കനൊക്കെയാണ് കറീനറിയാം അവിടെ. ചിക്കനാ പറയാ? ചിക്കന് എല്ലാത്തിനെയും മട്ടനൊക്കെ എല്ലാം കറീനാ പറയാ. ഇത് നമ്മൾ ഇതൊക്കെ അടിക്കുവാണല്ലേ അരക്കിയാ ചെയ്യാ. ഒക്കെ വേഗം പൊളിക്കാമല്ലോ. അത് ഒറ്റ മുറിമുറിച്ച വേഗം പൊളിക്കാം. റെഡിയാക്കി കഴിഞ്ഞു. ഓള് നല്ല മുങ്ങിയതാ നേരത്തെ. പരിപാടിയെല്ലാം കഴിഞ്ഞാ ക്ലീനിങ് ഒക്കെ? നമ്മളന്ന് പായസം ഉണ്ടാക്കുന്നൊന്നും നല്ല മഴയല്ലേനോ? ഇന്നും മഴക്കാറ്. നിങ്ങൾ ഇവിടെ വരുന്നൊന്ന് മഴയാണല്ലോ. നല്ല ഐശ്വര്യാണ്. എന്ത് ആലോചിച്ചാ? വലിയുള്ളിന്റെ ആവശ്യമില്ല, ചെറിയുള്ളി മാത്രം മതി. തമിഴ്നാടൻ കറി. ഞാൻ 2 വെല്ലുള്ളി ഒന്ന് കേട്ടോ. അല്ല, 2 വെളുത്തുള്ളി. ഞാൻ നേരെ മാറിപ്പോയതാ. ഇതിപ്പോ എന്ത് ചെയ്യൂ? സാറില്ല, നീ നാളെ കറിക്കെടുത്താ മതി. ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. എന്നാ പിന്നെ നമുക്ക് ഇനി കുക്കിംഗ് തുടങ്ങും അല്ലേ? അപ്പൊ എല്ലാ സാധനവും മുറിച്ചിട്ട് കഴിഞ്ഞ് ഇനി കുക്കിങ്ങിലേക്ക്, കിച്ചണിലേക്ക് പോയി. ഇതിലൊരു ചെറിയൊരു കഷ്ണം ഇളക്കാം. 2 പൂവും ചെറിയൊരു കഷ്ണം പട്ട ഇട്ടിട്ട് ഇതിലിട്ടിട്ട് ഇതാ ചെറിയുള്ളിയും, നേരത്തെ പൊളിച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടി ഒറ്റ അടി അടിക്കുക. നോക്കി പഠിച്ചു കേട്ടാ, നാളെ ഇനി ഇത് ഉണ്ടാക്കി നോക്കണ്ടോ. തക്കാളി ഇട്ട് കേട്ടോ, എല്ലാം ഒറ്റടി വെച്ചാൽ മതി. ഇതിൽ ഉപ്പൊന്നും ഇടണ്ട, അടിച്ചാൽ മതി. ഇങ്ങനെയാട്ടോ അരക്കാണ്ട്, ഇങ്ങനെ അരക്കാണ്ട് നല്ല നൈസായിട്ട് അരക്കുക. ഇനി ഉണ്ടാക്കുകയാണേ.
ചെറിയുള്ളി കുറച്ച് അധികം ആയാലൊന്നും കുഴപ്പമില്ല അല്ലേ? എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഓ ഓ, ഇവിടെ അളവിൽ കൂടുതലായിപ്പോയിന് ബേജാറൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. കുറയതന്നെ ഉള്ളൂ, കൂടിയ പ്രശ്നമില്ല. ചൂടാവട്ടെ. കയ്യോ ഒരു വെറൈറ്റി ആയിട്ട് കറി കഴിക്കണമെങ്കിൽ പണിയല്ലോ. മുറിക്കൊന്നും വേണ്ട, അങ്ങനെ അരച്ചാൽ മതി. കെക്കിയിട്ട് അങ്ങനെ അരച്ചാൽ മതി. തക്കാളി ആയാലും ചെറിയ കഷ്ണമെങ്കിൽ മുറിച്ചിട്ടിട്ട് അരച്ചാൽ മതി. ചിക്കൻ കറി വെക്കുമ്പോഴല്ലേ ഈ ബ്രൗൺ കളറിൽ വരണ്ടേ? വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിൽ ഓയിൽ പാർന്നിട്ട്, നമ്മൾ പാർന്നില്ല ഓയിൽ പാർന്ന് വേണ്ട, ഓയിൽ പാർന്ന് എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ മാത്രം ഇടുക അതിൽ. വെള്ളം തീരെ പാടില്ല കേട്ടോ. ചിക്കൻ അങ്ങനെ തന്നെ ഓയിലിടുക, അങ്ങനെ തന്നെ ഇടുക. എണ്ണ ഒഴിച്ചിട്ട് ഇതതിലിടുക. നല്ല ബ്രൗൺ കളറായി വരും. ഇതാണ് അതിന്റെ മല്ലിപ്പൊടി കൂടുതൽ. അല്ല, ഇതിങ്ങനെ ആക്കിയാൽ തന്നെ ബ്രൗൺ കളറിൽ വരും. കേൾക്കാനൊക്കെ സുഖമാണ്. ഇത് കണ്ടില്ല, ഇത് ഫുള്ള് വറ്റണം. ഈ ചിക്കനില്ലേ, ഇത് ഫുള്ള് വലിച്ചെടുക്കും, ഡ്രൈ ആയി. ഇതൊക്കെ കഴിയും, വെള്ളം ഫുള്ള് ഡ്രൈ ആയി. ഇതൊക്കെ ഇതാവണം, വറ്റുന്നോളം നമുക്ക് വാട്ടിയെടുക്കണം. ഇത് നമ്മൾ ഉള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയതുകൊണ്ട് സുഖമാണ്. ഉള്ളി വാടുന്നവരെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട. വേണ്ട, എന്നാ ഇനി മുതൽ നമുക്ക് ഫുൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് കഴിയും. ചിക്കൻ കറി പെട്ടെന്നാവും. അതെ. മിന്നു ചിക്കൻ കറി വെക്കലുണ്ടോ? ഓ, വെക്കലുണ്ട്. എങ്ങനത്തൊക്കെ വെക്കല്? ഞാന് മല്ലിപ്പൊടി എണ്ണ ഇട്ട് വെക്കും, പിന്നെ മുളക് എണ്ണ ഇട്ട് വെക്കും. ഉമ്മന്റെ കണ്ടെങ്ങാന് പഠിച്ച അങ്ങനെ. ഏതാ ഒന്ന് വെക്കുക, അതൊന്ന് പറഞ്ഞോണ്ട് എങ്ങനെ വെക്കുക? അത് അല്ല, എങ്ങനെയാ വെക്കുക ഞാനൊന്നും അറിയട്ടെ, അതുകൊണ്ടാ ചേച്ചി. ഞാൻ വലിയ ഉള്ളിയാ. വലിയ ഉള്ളി വേറെന്തൊക്കെയാ? വലിയുള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയില് ആദ്യം വെള്ളുള്ളി വാട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയിടും. പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ വാട്ടിയിട്ട് പൊടി ഇടും. മുളകും പൊടിയും മഞ്ഞപ്പൊടിയും. വറുത്തരച്ച് വെക്കുക? മല്ലി മാത്രം ഇട്ട് വെക്കൂല്ലേ? വറുത്തരച്ച് വെക്കലുണ്ടോ? ഒരു ദിവസം വെച്ച് നോക്കി, വലിയ റെഡി ആയില്ല. പിന്നെ ഒഴിവാക്കാൻ പാടില്ല, പിന്നെയും വെച്ച് നോക്കുക. പിന്നെ വെക്കുമ്പോ പേടിയാ. എന്ത് പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങാൻ ഇവിടെ ഒരാളില്ലേ? അതന്നെ. ഇനി നമ്മള് ഈ പേസ്റ്റിലിടുക അല്ലേ? പേസ്റ്റിലിടുവാൻ അല്ല, ചിക്കൻ വെക്കുന്ന ടേസ്റ്റ്. ഓ, ഇപ്പൊ എല്ലാം ആയല്ലോ. മറ്റേതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. പച്ചമുളക് വേണ്ട അല്ലേ? വേണ്ട, പച്ചമുളക് വേണം. ഇതിലിനി മുളക് പൊടിയൊക്കെ ചേർക്കും അല്ലേ? കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്താം. മുളക് പൊടിയാണ്. ഒരു കണക്ക് നമുക്ക് എത്ര എരിവ് വെച്ചാല് അതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ച്. കളറിലല്ലോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ. വേറെ മല്ലിയൊന്നും വേണ്ട. മല്ലിയൊക്കെ ഇട്ടാല് കേരളക്കരി പോവും, തമിഴ്നാടൻ ഇടില്ല. നല്ല കളർ വന്നിക്കില്ല, കളറാവും. അതെ. ഇപ്പൊ ഈ ബ്രൗൺ കളറിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ കൊറേ മല്ലിപ്പൊടി വാരിയിട്ട്. அப்போ ஃப்ரெண்ட்ஸ், நாங்கள் இந்த சமைக்க போகிறது கறி குழம்பு தான். அதுவும் கேரளாவிலிருந்து தமிழ்நாடு மாடலு கறி குழம்பு சமைக்க போகிறோம் இல்லை கலேச்சி? சிக்கன் கறி குழம்பு. அதான், எனக்கு வந்து தமிழ் அவ்வளோ அளவுக்கு தெரியாது, கொஞ்சம் தான் தெரியும். கலேச்சி வந்து தமிழ்நாட்டில் தான் பிறந்தது எல்லாம். கலேச்சி எங்கே? கோயம்புத்தூர் இடையார் ஸ்ட்ரீட்ல. ஆமாம், நான் கொஞ்ச நாள் அங்கே ஒர்க் பண்ணிட்டு இருந்தேன், அதனால தான் தமிழ்னா ரொம்ப பிடிக்கும். அது பேசுகிறதும் பேச்சு கேட்குறதெல்லாம் பிடிக்கும். உனக்கு ஏதாவது 2 வார்த்தை பேச தெரியுமா?
വണക്കം എന്ന് പറഞ്ഞ അപ്പോൾ ഓക്കെ എവിടെ വരെ എത്തി. ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ അല്ലാച്ചി? കുരുമുളക് പൊടിയും കൂടി ചേർത്താണ്ട്. ആ കുരുമുളകും ഉപ്പും കൂടെ അല്ലേ? ഉപ്പ് ചേർത്ത് കുരുമുളക്. അപ്പോൾ അവളും അതാ 2 വാരത്തെ ചുമ്മാ തമിഴിൽ പേസലാന്ന് നിനച്ചിതാ പേസിനെ ഇനി ഫുള്ള് മലയാളം. നമ്മൾ തമിഴ് മോഡൽ ചാനൽ തുടങ്ങിയാൽ ഇനി അതിൻ്റെ അഭിപ്രായം എന്നാ? ഉങ്കൾ യൂട്യൂബ് പേര്. ആയി കോയമ്പത്തൂരിൽ ഒരു ഹോട്ടലുണ്ട്, എന്നതിന് HMR നിനക്കറിയോ? ഉക്കടത്തില് ആടത്തെ മുമ്പ് കൂടെ പോകുമ്പോണ്ട് അതേ ഒരു സ്മെല്ല് ചേച്ചി. നല്ല ബിരിയാണിൻ്റെ ഒരു സ്മെല്ല്, അതേ സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടാ. എനിക്കെങ്ങനെ അറിയാം? നമുക്ക് അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം. ആ ബിരിയാണി ഒരു ബ്രൗൺ കളർ, എനിക്ക് ഓർമ്മയില്ല നമ്മൾ ചെന്നൈയിൽ നിന്ന് കഴിച്ചേ. അതുപോലത്തെ കുസ്ക, അത് കുസ്ക അല്ലേനാ? നമ്മളൊന്ന് കുസ്ക ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കറിയാം കുസ്ക ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇടക്കിടക്ക് കലേച്ചിനെ വിളിച്ച് അത് ഇത് ഉണ്ടാക്കുന്ന പറയാനായിരിക്കും അല്ലേ? ഇത് കുക്ക് അടക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓ പിന്നെ നല്ല കറിക്കുളമ്പൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോ എന്താ നമ്മള് കൂട്ടുന്നേ? ഉച്ചക്കത്തെ ചോറ് തന്നെയാ? ഉച്ചക്കത്തെ ചോറൊന്നും ഉച്ചക്കേ വെച്ചുള്ളൂ, രാത്രിയൊക്കില്ല. എന്നാ രാത്രി എന്താ സ്പെഷ്യലി? നെയ്പത്തിരിയാ? എന്റെ വകയാണെ നല്ല ആട്ടപ്പത്തിലാ ഉണ്ടാവുക. ഇഞ്ച വകയാണെങ്കിൽ പത്തിരിയും അല്ലേ? രണ്ടാക്കും വേഗം അറിയുന്ന സാധനം അതാണല്ലോ. നമുക്കെന്താ നല്ല എന്താണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാലോ? അതിനുള്ള ഇതുണ്ട് ഉണ്ടാ? പൊടി ഉണ്ടോ? കലേച്ചിക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന അറിയാ? അതൊരു നെയ്പ്പത്തിൽ കഴിച്ചിക്കോ? അത് നമ്മളെ ആ മോഡലാ, തലശ്ശേരി ആ വഴിക്കുള്ളതാ. സാധാരണ പത്തിരി ഉണ്ടാക്കും പോലെയാ? പൂരി പോലത്തെ ശരി, അരിയിലുണ്ടാക്കല്ലേ? അല്ല അതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ പൊന്തി വരും. ആണല്ലേ? നിങ്ങളിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയല്ലേ വെക്കുക? ഞാളാണെങ്കിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളം പോയി, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോവില്ല. അപ്പൊ നമ്മള് ചിക്കൻ കറി, അതായത് കറിക്കുളമ്പ് റെഡി ആയില്ല കലേച്ചിയെ? കുരുമുളക്. ഇനി കുരുമുളക് ഇതാ ലാസ്റ്റ് ആണല്ലേ കുരുമുളക് ഇടുക? അതെന്താ അതിന്റെ ഒരു സീക്രട്ട്? കുരുമുളക് അധികം വേവാൻ പാടില്ല, കുറച്ചേ വേവാൻ പാടില്ല. അപ്പോഴാണ് ടേസ്റ്റ് വരും അല്ലേ? അധികം വെന്തോയാൽ വേറെ ടേസ്റ്റ് ആയി പോകും. ഇറക്കാൻ സമയത്ത് കുറച്ചിട്ടിട്ട് ഇതിൽ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി എന്നിട്ട് ഓഫ് ആക്കിയാൽ ഓക്കെ. അപ്പൊ നമ്മളെ ചിക്കൻ കറി റെഡിയാണ്, തമിഴ്നാടൻ ചിക്കൻ കറി. അപ്പൊ നമ്മള് കറിക്കുളം ഉണ്ടാക്കി കഴിഞ്ഞില്ല കലേച്ചി? അതെ, ഉണ്ടാക്കി കഴിഞ്ഞു. വിളിച്ചപ്പോ തന്നെ ഓടി വന്ന കലേച്ചിക്ക് ഒരുപാട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമഗ്ര വീഡിയോ ഇവിടെ അവസാനിക്കുന്നതിന് തമിഴ് പറയാ മുടിയറത് അല്ലേ? മുടിയെ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയില് വീണ്ടും പാക്കലാം. അതുവരേക്കും ബൈ.